തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യൊരോബെയാം തന്റെ മനസ്സിൽ രാജത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും, ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ജനത്തിന്റെ ഹൃദയം യഹൂദാ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനങ്ങളിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് രെഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞ് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയുണ്ടാക്കി. ഒന്നിനെ ബഥേലിലും മറ്റതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. നിങ്ങൾ യെരുശലേമിൽ പോയത് മതി. ഇസ്രയേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം. ആരാധന പാപകാരണമായി തീർന്ന സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. ആരെ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവം പലപ്പോഴായി തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിച്ചവർ അനേകരാണ്. മോശ ദൈവത്തിൽ നിന്നും ന്യായപ്രമാണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഹരോൻ ഇസ്രയേല്യ സ്ത്രീകളുടെ ആഭരണങ്ങൾ ശേഖരിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാ നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ ആരാധിപ്പിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത് എന്നീ കൽപ്പനകൾക്ക് വിരുദ്ധമായി അഹരോൻ പ്രവർത്തിച്ചതുകൊണ്ട് വലിയൊരു സംഹാരം അവരുടെ മധ്യേ നടന്നു. ഇസ്രായേലിൽ 3000 പേർ എന്ന് മരിച്ചു വീണു. മാത്രമല്ല, അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ചുട്ട് പൊടിയാക്കി വെള്ളത്തിൽ വിതറി അവരെ കുടിപ്പിച്ചു. ഇവിടെ യൊരോബെയാം തന്റെ സ്വാർത്ഥ ചിന്താഗതിയിൽ നിന്നും വീണ്ടും ജനത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. തന്റെ സിംഹാസനം ഉറപ്പിക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടിയാണ് ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ബഥേലിലും ദാനിലും പ്രതിഷ്ഠിക്കുന്നത്. ഇസ്രായേൽ ജനം യെരുശലേമിലെ ദൈവാലയത്തിലേക്ക് പോയി ജനത്തിന്റെ ഹൃദയം ദാവീദ് ഗൃഹത്തിങ്കിലേക്ക് തിരിയരുത്. ഈ നിലയിൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചതിനാൽ യൊരോബെയാമിന്റെ ഗ്രഹത്തിന് ദൈവം അനർത്ഥം വരുത്തി. ശാപം അവന്റെ ഗ്രഹത്തിൽ നിന്നും വിട്ടുമാറിയില്ല. കാഷ്ടം കോരിക്കളയും പോലെ യൊരോബെയാമിന്റെ ഗ്രഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയും. ഇസ്രയേൽ അശേരാ പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓട വെള്ളത്തിൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്തു നിന്നും ഇസ്രയേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. ദൈവവ്യവസ്ഥ വിട്ടുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ശാപകാരണമായി തീരുകയും ചെയ്യും എന്നതിന് മറ്റു പല ദൃഷ്ടാന്തങ്ങളും തിരുവെഴുത്തിൽ കാണാം. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് ചിന്തിക്കുവാനുള്ള നല്ലൊരു അവസരം കൂടിയാണിത്. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നല്ല മനസ്സാക്ഷിയോടും കൂടി ആരാധിക്കണം എന്നതാണ് പുതിയ നിയമപ്രമാണം. കർത്തൃമേശയ്ക്കൊരു പ്രധാന സ്ഥാനം ആരാധനയിലുണ്ട്. കർത്താവിന്റെ കഷ്ടാനുഭവ സ്മരണയാണ് അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്നാണ് കർത്തൃകൽപ്പന. കർത്താവ് തന്റെ ശരീരം നമുക്കായി യാഗമാക്കി തീർത്തു. തന്റെ രക്തം നമുക്കായി ചിന്തി നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവപുത്രനെ കുറിച്ചുള്ള ധന്യമായ സ്മരണയിലൂടെയാണ് നാം കർത്താവിനെ ആരാധിക്കുന്നത്. ദൈവം വിശുദ്ധനാകിയാൽ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. നമ്മുടെ മനസാക്ഷി പാപനിമിത്തം അശുദ്ധമായി തീർന്നതുകൊണ്ട് കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യാഹരക്തത്താൽ നമ്മുടെ പാപക്കറകളെ കഴുകി വെടിപ്പാക്കി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചതുകൊണ്ട് നല്ല മനസാക്ഷിയോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. എന്നാൽ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം അവർ ശാപത്തിന് വിധേയരായി തീരും, അവർ ശിക്ഷായോഗ്യരായി തീരുമെന്നുള്ള മുന്നറിയിപ്പും നാം തിരുവെഴുത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നു. പ്രിയരെ, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി തീരത്തക്ക നിലയിൽ ദൈവം നമ്മോട് ചെയ്ത വലിയ കൃപയുടെ ബഹുത്വമാണ് നമുക്കിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നാം ശിക്ഷിക്കപ്പെടേണ്ടവരും ദൈവത്തിൽ നിന്ന് തള്ളിക്കളയപ്പെടേണ്ടവരുമായിരുന്നു. എന്നാൽ ദാവീദ് പറയുന്നത് പോലെ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മോട് കാണിച്ച ദൈവകൃപയുടെ ബഹുത്വം
പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട നമ്മെ ദൈവം സ്നേഹിച്ചു. കൃപയാൽ നമുക്ക് രക്ഷ നൽകി. നമുക്കെല്ലാ സന്തോഷത്തോടും കൂടെ ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തിന് മഹത്വം കരേറ്റാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പാപത്തിൻ്റെ ബഹുത്വ നിമിത്തം, ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ആധിക്യ നിമിത്തം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തത് കൊണ്ട്, ഞങ്ങളോട് കൃപ കാണിച്ചതുകൊണ്ട്, ആ കൃപയുടെ ബഹുത്വത്താൽ ഇന്ന് ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരത്തക്ക നിലയിൽ, വിശുദ്ധിയോടും നീതിയോടും ദൈവാത്മാവിലുമായിരിക്കത്തക്ക നിലയിൽ, അങ്ങേക്ക് മഹത്വമായി തീരത്തക്ക നിലയിൽ അങ്ങേ ആരാധിപ്പാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.